അപ്പം ഞാൻ കുറേ ദിവസമായെന്ന് വെച്ചാൽ കുറേ ദിവസം നമ്മൾ നൊയമ്പൊക്കെ പിടിച്ചിരുന്നത് കൊണ്ടിട്ട് നമുക്ക് മീനും ഇറച്ചിയും ഇതൊന്നും കഴിക്കണില്ല. അപ്പം അങ്ങനെ ആയിരുന്നപ്പോഴത്തേക്ക് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സത്യം പറയണമെങ്കിൽ നായ്ക്കുട്ടിക്ക് പോലും നേരെ ഭക്ഷണം കിട്ടണില്ല. അവനത് കഴിക്കണില്ല, ഒന്നും കൊടുത്തിട്ട് കഴിക്കണില്ല. അപ്പം ഇന്ന് ഞാൻ വാങ്ങിച്ച എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ നട്ട് വളർത്തിയ ഒരു സാധനം കാണിച്ചു തരാം. അതാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഈ വീട് വച്ചതിന് ശേഷം ഞാൻ അങ്ങനെ ഒന്നും ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു കുരു ഇട്ട് പൊടിച്ചു തന്നത് ഞാൻ കാണിച്ചു തരാം. എന്താ നല്ല മധുരം ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, ആദ്യമായിട്ടുള്ള സാധനം. അപ്പം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ വവ്വാലടിച്ചുകൊണ്ട് പോകുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇനി എടുത്തുകൊണ്ട് വന്നു. ഇനി ഇത് നന്നായിട്ട് പഴുപ്പിക്കണം. അപ്പം നമ്മൾ പൊട്ടിച്ചെടുത്തതാണേ. ഇതാണ് ഞാൻ കുരുവിട്ട് പൊടിപ്പിച്ച സാധനം. അത് കഴിഞ്ഞിട്ട് ഇന്ന് കറിക്ക് കിട്ടിയത് കണ്ണിയയില, മത്തി. എൻ്റെ അമ്മേ, എൻ്റെ വീട്ടിലിത് മീൻ കണ്ടിട്ട് മാസങ്ങളാവുമെന്ന് തോന്നണം. ഇത്രയും നാളായെന്നറിയോ. ഞാനും വീട്ടിലില്ല, പിള്ളേർക്ക് നിരച്ച് ഒന്നും കിട്ടണില്ല, അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനും പറ്റണില്ല, വയ്ക്കാനും. അവർ പച്ചക്കറിയും മെഴുക്കും തോരനും പുളിങ്കറിയും രസവും ഇതൊക്കെ കഴിച്ച് അവർക്ക് വയ്യ. എന്തിനു പറയണം, പട്ടിക്കുട്ടിക്ക് പോലും അതിന് നായ്ക്കുട്ടിക്ക് പോലും ഒന്നും കിട്ടണില്ല. അപ്പം ഇന്നതേ മത്തി കിട്ടിയിട്ടുണ്ട്. മത്തി മാങ്ങ ഇട്ട് വയ്ക്കണം. പിന്നെ കണ്ണിയിലുണ്ട്, അത് കറി വയ്ക്കണം. ബീട്രൂട്ടും ക്യാരറ്റും ഉണ്ട്, അതൊരു തോരൻ വയ്ക്കണം. അപ്പം തേങ്ങയെല്ലാം ചിരുകി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് കറിയൊക്കെ വെച്ചിട്ട് കാണിക്കാം. അപ്പം ഈ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാം ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞു തരാം. കണ്ണിയയില കറി വെച്ചത്, മത്തി കറി വെച്ചത്, ഇതെല്ലാം മാങ്ങയൊക്കെ ഇട്ട് കറി വെച്ചിട്ടുണ്ട്. മാങ്ങ ഇട്ട് കറിയാണ്. മാങ്ങ അച്ചാർ, മുട്ട ഓംപ്ലേറ്റ്, ക്യാരറ്റും ബീട്രൂട്ടും തോരൻ വെച്ചത്, മാങ്ങ ചമ്മന്തി, മെഴുക്ക് പുരട്ടിയത്. ഇതെല്ലാം കൂടി നമുക്ക് ഇപ്പം കാണാം എങ്ങനെയാണെന്നുള്ളത്.